Good morning, students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാൻക്ഫർട്ട് ഡൈഫ്രാക്ഷൻ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ സർക്കുലർ അപ്പർച്ചർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അതിൽ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ 2 അസൈൻമെൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഐ തിങ്ക് നമ്മുടെ ഔട്ട് ഓഫ് സിലബസ് ആണ്, നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു സാധനമാണ് ഞാൻ തന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് അസൈൻമെൻറ്റ് നമ്മുടെ യൂഷ്വൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് വി വിൽ ഡിസ്കസ് ദ അസൈൻമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഞാൻ ബേസിക്കലി എന്താ തന്നിരുന്നു വെച്ചാൽ ഒരു ഫംഗ്ഷൻ തന്നു. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനാണ് ഞാൻ പറഞ്ഞത്. So basically I assumed that you have already studied this Fourier transform in mathematics. അപ്പോൾ പിന്നെ ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് മാത്തമാറ്റിക്സിൽ ഫോറിയർ ട്രാൻസ്ഫോം പഠിച്ചിട്ടില്ല, ലാപ്ലാസ് ട്രാൻസ്ഫോം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഓക്കെ, എനിവേ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിൻ്റെ റെലവൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അതിനായിട്ട് പ്രോബ്ലം ഒന്ന് നോക്കാം. സോ ബേസിക്കലി ഞാനൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 in the limit minus b by 2 to plus b by 2. Okay, so x in the value minus b by 2 to plus b by 2 ആണെന്നുണ്ടെങ്കിൽ the function is 1. ബാക്കി എല്ലാ സ്ഥലത്തും that is 0. That is equal to 0 where modulus of x greater than b by 2. അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ബി ബൈ 2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ദെൻ പ്ലസ് ബി ബൈ 2 ടു പ്ലസ് ഇൻഫിനിറ്റിയും 0 ആയിരിക്കും. സോ ആ ഫംഗ്ഷൻ ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ മാത്രം, മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2, അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ഫംഗ്ഷൻ 0 ആണ്. അതാണ് ആ ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് പറയും, ഒരു റെക്റ്റാങ്കുലർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇതൊക്കെ നമ്മൾ പറയും. ഓക്കെ, സോ ഇനി അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞത്. സോ ഫോറിയർ ട്രാൻസ്ഫോം ഈസ് ബേസിക്കലി ഒരു ഇൻ്റഗ്രലാണ്. So that integral minus infinity to plus infinity ഒരു e raised to i kx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. e raised to i kx into f of x, അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, f of x dx. ഇതാണ് ബേസിക്കലി ഫോറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഞാൻ എന്താ അസ്യൂം ചെയ്തിരിച്ചാൽ നിങ്ങൾ മാത്സിൽ കവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു അസംഷനിലാണ് ഞാനിത് തന്നത്. എന്തായാലും ഇറ്റ്സ് എ സിമ്പിൾ ഇൻ്റഗ്രൽ, അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. കാരണം ഇ റേസ് ടു ഐ കെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഞാൻ ഈ ടോട്ടൽ ഇൻ്റഗ്രേഷനെ 3 പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ആദ്യം മൈനസ് ഇൻഫിനിറ്റി ടു മൈനസ് ബി ബൈ 2, ദെൻ മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2, ദെൻ പ്ലസ് ബി ബൈ 2 ടു പ്ലസ് ഇൻഫിനിറ്റി. 3 പാർട്ടായിട്ട് ആ ഫംഗ്ഷനെ ഞാൻ ഇൻ്റഗ്രലിനെ ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ അതിലെ ഫസ്റ്റ് പാർട്ടിൽ ആ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിപ്പോയി. സോ ആ ടോട്ടൽ ഇൻ്റഗ്രൽ തന്നെ 0 ആയിട്ട് പോകും. സെക്കൻഡ് പാർട്ടിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഞാൻ അവിടെ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു ഐ കെ എക്സ് ഡി എക്സ്, അതിൻ്റെ ഇൻ്റഗ്രൽ മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2. ഓക്കെ, ദെൻ മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അഗെയിൻ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ ഈ മൂന്നാമത്തെ ഇൻ്റഗ്രലും വാനിഷ് ചെയ്ത് പോകും, 0 ആയി പോകും. അപ്പോൾ ആകെ രണ്ടാമത്തെ പാർട്ട് മാത്രമേ കോൺട്രിബ്യൂഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ സിംപ്ലി ഒരൊറ്റ ഇൻ്റഗ്രലേ ഉണ്ടാവുള്ളൂ. ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ഒന്നും ഉണ്ടാവില്ല. മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2 ഇ റേസ് ടു ഐ കെ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ ഡി എക്സ്. ഓക്കെ, അപ്പോൾ അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഇ റേസ് ടു ഐ കെ എക്സിൻ്റെ ഇൻറ്റഗ്രൽ ഇ റേസ് ടു ഐ കെ എക്സ് ഡിവൈഡഡ് ബൈ ആ മേലത്തെ ഡിഫറൻഷ്യൽ, ദാറ്റ് ഇസ് ഐ കെ. അത്രേ വരുള്ളൂ. ഓക്കെ, സിമ്പിൾ ഇൻറ്റഗ്രേഷൻ ആണ്, വളരെ സിമ്പിളാണ്. സോ ഇൻ ദ ലിമിറ്റ് മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2 നമ്മൾ അപ്ലൈ ചെയ്യാം, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഓക്കെ, ഇനി ഇ റേസ് ടു ഐ കെ എക്സ് അല്ലെങ്കിൽ ഇ റേസ് ടു ഐ തീറ്റ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രഷൻ അറിയാം. ദാറ്റ് ഈസ് കോസ് കെ എക്സ് പ്ലസ് ഐ സൈൻ കെ എക്സ്. ഇതാണ് എക്സ്പ്രഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോറിയർ ട്രാൻസ്ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോറിയർ ട്രാൻസ്ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു ഐ കെ നമുക്ക് 1/i k പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു കോസ് കെ എക്സ് പ്ലസ് ഐ സൈൻ കെ എക്സ്. ഇൻ ദ ലിമിറ്റ് നമുക്ക് ലിമിറ്റ് കൊടുക്കാം മൈനസ് ബി ബൈ 2 ടു പ്ലസ് ബി ബൈ 2, ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഓക്കെ, അപ്പോൾ അതിൽ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കോസ് കെ ബി ബൈ 2 പ്ലസ് ഐ സൈൻ കെ ബി ബൈ 2. ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ
കോസ് മൈനസ് കെ ബി ബൈ ടു. കോസ് മൈനസ് തീറ്റ ആയിക്കുള്ളൂ കോസ് തീറ്റ, അത് മാറാൻ പോകുന്നില്ല. സൈൻ മൈനസ് തീറ്റ ആയിക്കുള്ളൂ മൈനസ് സൈൻ തീറ്റ, അങ്ങനെ വരും. സോ ബേസിക്കലി അതിൽ ആ കോസ് കമ്പോണന്റ് നമ്മുടെ രണ്ട് സൈഡിലെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ക്യാൻസൽ ചെയ്ത് പോകും. സൈൻ കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ 2 ടൈംസ് ഐ സൈൻ കെ ബി ബൈ ടു ആൻസർ കിട്ടും. ഓക്കെ, ഐ എന്ന് പറയുന്നത് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ അതിൽ ഐ ക്യാൻസൽ ചെയ്ത് പോയി. സോ ബാക്കി നമുക്ക് എന്താ കിട്ടുക വെച്ചാൽ 2/k സൈൻ കെ ബി ബൈ ടു എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ബി ഇൻറ്റു സൈൻ കെ ബി ബൈ ടു ഡിവൈഡഡ് ബൈ കെ ബി ബൈ ടു എന്ന് എഴുതാൻ പറ്റും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി, വേറെ ഒന്നും ചെയ്തില്ല. ഓക്കെ, കാരണം ബിയും ക്യാൻസൽ ചെയ്ത് പോകും. ആ 2 മേലേക്ക് വന്നു കഴിഞ്ഞാൽ 2/k എല്ലാം കറക്റ്റാണ്. സോ ഇതാണ് ഫോർമുല. അതിൽ ഞാൻ കെ ബി ബൈ ടുവിന് ഞാൻ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബി ഇൻറ്റു സൈൻ ബീറ്റ ബൈ ബീറ്റ ഈ ഒരു ഫോമിൽ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ നേരത്തെ ചെയ്ത എന്താ പറയുക സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ ചെയ്യുമ്പോൾ നമ്മുടെ അതിലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, ആംപ്ലിറ്റ്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ നോക്കി. ഇൻറ്റൻസിറ്റി അല്ല, ആംപ്ലിറ്റ്യൂഡ്. ഓക്കെ, ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിരിക്കും, ഇതിൻ്റെ സ്ക്വയർ കിട്ടും. സോ യു ഗോട്ട് ബേസിക്കലി ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു എ സിംഗിൾ സ്ലിറ്റ്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തായിരുന്നു? മൈനസ് ബി ബൈ ടു ടു പ്ലസ് ബി ബൈ ടു, അതായത് ടോട്ടൽ എ വിഡ്ത്ത് ഓഫ് ബി. അവിടെ മാത്രമേ ആ ഫംഗ്ഷന് വാല്യൂ ഉള്ളൂ, അല്ലെങ്കിൽ അവിടെ മാത്രമേ ലൈറ്റ് പാസ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ സ്ഥലത്തും ലൈറ്റ് ഇല്ല, 0 ആണ്. ആംപ്ലിറ്റ്യൂഡ് 0 ആണ്. ഇവിടെ മാത്രം ആംപ്ലിറ്റ്യൂഡ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സ്ലിറ്റിന് ബേസിക്കലി ഞാൻ ആ സ്ലിറ്റിന് ഇൻ്റഗ്രേറ്റ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുകയാണ് ചെയ്തത്. ആ സ്ലിറ്റിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി, ഡൈഫ്രാക്ഷൻ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ഓക്കെ, സോ ദാറ്റ് വാസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പ്രോബ്ലം. സോ ബേസിക്കലി നിങ്ങൾ ഏത് ഷേപ്പുള്ള സ്ലിറ്റും, ഇപ്പോൾ ഞാൻ സർക്കുലർ പറഞ്ഞു, ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ഡബിൾ സ്ലിറ്റ് വരും, എൻ സ്ലിറ്റ് വരും, ഗ്രേറ്റിംഗ്, അങ്ങനെ നമ്മൾ പോകും. അപ്പോൾ ഏത് ഷേപ്പുള്ള സ്ലിറ്റിൻ്റെയും നമുക്ക് അതിൻ്റെ ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാക്കി എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ദാറ്റ് ഈസ് എ ബേസിക് ഫണ്ടമെന്റൽ. കുറച്ച് അഡ്വാൻസ്ഡ് മാത്തമാറ്റിക്സ് ആയിരിക്കും, കാരണം സർക്കുലറിൻ്റെ ഒന്നും നമുക്ക് ഫംഗ്ഷൻ അത്ര പെട്ടെന്ന് എഴുതാൻ പറ്റില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, ബെസൽ ഫംഗ്ഷൻസ് ഒക്കെ കയറി വരും. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ ഈ B.Sc സ്റ്റാൻഡേർഡ് അല്ല, കുറച്ചും കൂടി ഹയർ സ്റ്റാൻഡേർഡാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്കൊന്നും ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ആ ഒരു കൺസെപ്റ്റ് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പ്രോബ്ലം തന്നത്. ബിക്കോസ് ഫോറിയർ ട്രാൻസ്ഫോം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ ഫോറിയർ ട്രാൻസ്ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്ട്രോസ്കോപ്പി, പല ഏരിയയിലും ഈ ഫോറിയർ ട്രാൻസ്ഫോം അതിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ പ്രോബ്ലം ഇട്ട് തന്നത്. ഓക്കെ, ഇനി ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കാരണം ദിസ് ഇസ് ഔട്ട് ഓഫ് സിലബസ്, നമ്മുടെ സ്റ്റാൻഡേർഡിൻ്റെ എബോവ് സ്റ്റാൻഡേർഡാണ്. സോ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാൻ ഒരു ചെറിയൊരു ഐഡിയ തന്നു എന്ന് മാത്രം. ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ മൈൻഡ്. MScക്കൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരും, അത്രമാത്രം. ഓക്കെ, ശരി. ഇനി നമുക്ക് അടുത്ത അസൈൻമെൻറ്റിലേക്ക് പോവാം. അടുത്ത അസൈൻമെൻറ്റിൽ ഞാൻ 4 പ്രോബ്ലം തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം എന്നാണെന്ന് തോന്നുന്നില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം ഓരോ പ്രോബ്ലവും. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് എ പ്ലെയിൻ വേവ്. ഒരു പ്ലെയിൻ വേവ് തന്നിട്ടുണ്ട്. പ്ലെയിൻ വേവ് എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? നമ്മുടെ ഫ്രാനോഫറായി. ഫ്രനൽ അല്ല, ഫ്രനൽ എന്ന് പറഞ്ഞാൽ പ്ലെയിൻ അല്ല, സർക്കുലർ ആണ്. സർക്കുലർ വേവ് ഫ്രണ്ട് ആണ് വരിക. ഓക്കെ, സോ പ്ലെയിൻ വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഫ്രാനോഫർ ഡൈഫ്രാക്ഷൻ. എ പ്ലെയിൻ വേവ്, അതിൻ്റെ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. ഫാൾസ് നോർമലി ഓൺ എ ലോങ് നാരോ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് 0.5 millimeter. ഓക്കെ, നാരോ സ്ലിറ്റ് നമ്മുടെ ഫസ്റ്റ് കേസാണ് തന്നിരിക്കുന്നത്. ഓക്കെ, കാൽക്കുലേറ്റ് ദ ആംഗിൾ ഓഫ് ഡിഫ്രാക്ഷൻ കറസ്പോണ്ടിങ് ടു ദ ഫസ്റ്റ് 3 മിനിമ. ആദ്യത്തെ 3 മിനിമയുടെ ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, തീറ്റ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് റിപ്പീറ്റ് ദ കാൽക്കുലേഷൻ ഫോർ ദ കറസ്പോണ്ടിങ് സ്ലിറ്റ് വിത്ത് ഓഫ് 0.1 millimeter. ആദ്യം 0.5 millimeter ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്ലിറ്റിൻ്റെ വിഡ്ത്ത് ഞാൻ കുറച്ചിട്ട് 0.1 millimeter ആക്കി. എന്ത് സംഭവിക്കും എന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ,
അപ്പോൾ അതിൽ നമുക്കറിയാം എപ്പോഴാണ് മിനിമ വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബീറ്റ ഈക്വൽ ടു എം പൈ ആവുമ്പോഴാണ് മിനിമ വരിക. ഓക്കെ, വെൻ ബീറ്റ ഈക്വൽ ടു എം പൈ മിനിമ വിൽ ഹാപ്പൻ. ഓക്കെ, ബീറ്റയുടെ ഫോമുല നമുക്കറിയാം പൈ ബി ബൈ ലാംഡ സൈൻ തീറ്റ, ഇതാണ് ബീറ്റ. വേർ ബി ഇസ് ദ സ്ലിറ്റ് വിഡ്ത്ത്, ലാംഡ ഇസ് ദ വേവ് ലെങ്ത്, തീറ്റ ഇസ് ദ ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ. അത് എം പൈ ആണെന്നുണ്ടെങ്കിൽ ഡാർക്ക് കിട്ടും അല്ലെങ്കിൽ മിനിമ കിട്ടും. അപ്പോൾ അതൊന്ന് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. സൈൻ തീറ്റ ഈക്വൽ ടു എം ലാംഡ ബൈ ബി എന്ന് എഴുതാം. ഓക്കെ, വേറെ എം ഈക്വൽ ടു 1 2 3 4. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ഈക്വൽ ടു തീറ്റ എന്ന് എഴുതാം. സോ തീറ്റ ഈക്വൽ ടു എം ലാംഡ ബൈ ബി, ഇതാണ് കണ്ടീഷൻ ഫോർ മിനിമ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കേസ് എടുക്കാം. സ്ലിറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത് 0.5 മില്ലിമീറ്റർ. അപ്പോൾ തീറ്റയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു ആദ്യം ഫസ്റ്റ് എം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടിച്ചാൽ 10⁻³ റേഡിയൻ കിട്ടും, വളരെ ചെറിയ ആംഗിൾ. ദെൻ എം 2 കൊടുത്തു കഴിഞ്ഞാൽ 2 × 10⁻³ റേഡിയൻ കിട്ടും. 3 കൊടുത്താൽ 3 × 10⁻³ റേഡിയൻ കിട്ടും. അല്ലെങ്കിൽ ഡിഗ്രീസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 0.05 ഡിഗ്രി, 0.115 ഡിഗ്രി, 0.17 ഡിഗ്രി, എല്ലാം വളരെ ചെറുതാണ്. 1 ഡിഗ്രിയുടെ 1/5 ഒക്കെ വരുന്നുള്ളൂ, അല്ലെങ്കിൽ 1/10 ഒക്കെ വരുന്നുള്ളൂ. ദാറ്റ് ഇസ് ആംഗിൾ, ആംഗിൾ ഓഫ് ഡൈഫ്രാക്ഷൻ. അപ്പോൾ മിനിമ പൊസിഷൻസ് ആണ്, മിനിമ പൊസിഷൻ്റെ ആംഗുലർ പൊസിഷൻസ് ആണ് പറഞ്ഞത്. എത്ര ആംഗിളായിരിക്കും ഫസ്റ്റ് മിനിമ, സെക്കൻഡ് മിനിമ, തേർഡ് മിനിമ, അതൊക്കെ ഉണ്ടാവുക. കാരണം ഡിഫ്രാക്ഷൻ സിംഗിൾ സ്ലിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റൻസിറ്റി വളരെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞു പോകും. 1 2 3 മിനിമയൊക്കെ തന്നെ കാണാൻ പറ്റുള്ളൂ, അതിലപ്പുറമൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, നൗ ഗോ ടു ദ സെക്കൻഡ് കേസ്. രണ്ടാമത്തെ കേസിൽ പോകുമ്പോൾ ഞാൻ സ്ലിറ്റ് വിഡ്ത്ത് ബി എന്ന് പറയുന്നത് കുറച്ചു, 0.5 ഉണ്ടായിരുന്നത് 0.1 മില്ലിമീറ്റർ ആക്കി. അഗൈൻ നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീറ്റ കിട്ടും. തീറ്റ കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് മിനിമ, സെക്കൻഡ് മിനിമ, തേർഡ് മിനിമ. അത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഡിഗ്രീസിൽ നോക്കൂ, 0.286 ഡിഗ്രി, 0.573 ഡിഗ്രി, 0.859 ഡിഗ്രി, ആൾമോസ്റ്റ് 1 ഡിഗ്രി. ഓക്കെ, അപ്പോൾ സ്ലിറ്റ് വിഡ്ത്ത് ഞാൻ കുറച്ചപ്പോൾ ആംഗുലർ സ്പ്രെഡ് കൂടി, പിടിച്ചു വലിച്ച പോലെ, സ്ട്രെച്ച് ചെയ്ത പോലെ ഉണ്ടാവും. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് നമ്മൾ ഡൈഫ്രാക്ഷൻ തുടങ്ങുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചാൽ അത് ശരിക്കും ആ സ്ലിറ്റ് വിഡ്ത്ത് കുറയ്ക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് എന്താ പറയുക, അതാണ് അതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ സ്ലിറ്റ് വിഡ്ത്ത് കൂടുമ്പോൾ ആംഗുലർ ഡിസ്പെർഷൻ കൂടും. ഓക്കെ, നൗ ഗോ ടു ദ സെക്കൻഡ് പ്രോബ്ലം. സെക്കൻഡ് പ്രോബ്ലത്തിൽ ഇവിടെയും സ്ലിറ്റാണ്, സിംഗിൾ സ്ലിറ്റിൻ്റെ കേസാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കുലർ അപ്പർച്ചർ അല്ല, സിംഗിൾ സ്ലിറ്റ്. ഒരു കോൺവെക്സ് ലെൻസ്, അതിൻ്റെ ഫോക്കൽ ലെങ്ത് 20 സെൻറ്റിമീറ്റർ, അത് സ്ലിറ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കൽ പ്ലെയിനിലായിരിക്കും സ്ക്രീന് കൊണ്ടുവയ്ക്കുക. സോ ബേസിക്കലി ആ ലെൻസും സ്ലിറ്റും തമ്മിൽ വളരെ അടുത്തായിരിക്കും. അപ്പോൾ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ലെൻസിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം രണ്ടും സെയിം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ അസംഷൻ. ഓക്കെ, നൗ ഇഫ് ദ പ്ലെയിൻ വേവ് ഓഫ് വേവ് ലെങ്ത് 6000 ആംഗ്സ്ട്രോം ഫാൾസ് നോർമലി ഓൺ എ സ്ലിറ്റ്. അപ്പോൾ വേവ് ലെങ്ത് തന്നിട്ടുണ്ട്, അതിൽ 2 പാർട്ട് ഉണ്ട്. എ പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ സെപ്പറേഷൻ ബിറ്റ്വീൻ സെക്കൻഡ് മിനിമ ഓൺ ഐദർ സൈഡ് ഓഫ് ദ സെൻട്രൽ മാക്സിമ. ഓക്കെ, ദെൻ ബി പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രിൻസിപ്പൽ മാക്സിമ ടു ദ ഫസ്റ്റ് മിനിമ. 2 പാർട്ട്. അപ്പോൾ അതിൽ എ പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് മിനിമ, റൈറ്റ് സൈഡിലുള്ള സെക്കൻഡ് മിനിമയും ലെഫ്റ്റ് സൈഡിലുള്ള സെക്കൻഡ് മിനിമയും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം സെൻറ്ററിലെ ആംഗുലർ പൊസിഷൻ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. ഫസ്റ്റ് മിനിമയുടെ λ/b ആണ്, സെക്കൻഡ് മിനിമയുടെ 2 λ/b ആണ്, അങ്ങനെ പോകും. ലെഫ്റ്റിലാണെങ്കിൽ -λ/b, -2 λ/b. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ആംഗുലർ പൊസിഷൻസ് ഓഫ് മിനിമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് മിനിമയെന്ന് ഫസ്റ്റ് മിനിമ വരെയുള്ള ഡിസ്റ്റൻസ് സ്ക്രീനിൽ. അപ്പോൾ അതിൽ ആംഗുലർ ഡിഫറൻസ് എത്രയായിരിക്കും? റൈറ്റ് സൈഡിലെ 2 λ/b -2 λ/b അല്ലെങ്കിൽ +2. അപ്പോൾ ടോട്ടൽ എന്ത് കിട്ടും? ടോട്ടൽ 4 λ/b കിട്ടും ആംഗുലർ സെപ്പറേഷൻ. ഓക്കെ, അപ്പോൾ ആ സ്ക്രീനിലുള്ള ആ 2 പോയിന്റുകൾ തമ്മിലുള്ള ദൂരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി?
തീറ്റ ഈക്വൽ ടു ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നുള്ള ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് തീറ്റ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എക്സ് ആണെങ്കിൽ ആ തീറ്റ ഇൻറ്റു ആ സ്ക്രീനിൽ നിന്ന് ആ സ്ലിറ്റിൽ നിന്ന് സ്ക്രീനിലേക്കുള്ള ദൂരം അതാണ് ഫോക്കൽ ലെങ്ത് എഫ്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുമ്പോൾ അപ്രോക്സിമേറ്റ്ലി 8 × 10⁻² സെൻറ്റിമീറ്റർ കിട്ടും. ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡ് മിനിമ ഓൺ ബോത്ത് സൈഡ്സ്. സെൻട്രൽ മാക്സിമയുടെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സെക്കൻഡ് മിനിമ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ഇൻറ്റൻസിറ്റി ഓഫ് പ്രിൻസിപ്പൽ മാക്സിമ ടു ദ ഫസ്റ്റ് മിനിമ, അല്ല ഫസ്റ്റ് മാക്സിമ. ഓക്കെ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഏതാണ്ട് ഡിസ്കസ് ചെയ്തതാണ്. കാരണം നമ്മുടെ ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല I = I0 sin square beta by beta square ആണ്. അതിൽ ബീറ്റ 0 ആവുമ്പോൾ ഈ പാർട്ട് 1 ആയി മാറും. സോ I = I0. അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് ദ സെൻട്രൽ മാക്സിമം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അടുത്ത മാക്സിമം കിട്ടണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഏതാണ്ട് 1.43 പൈ, ബീറ്റ 1.43 പൈ ആവുമ്പോൾ നമുക്ക് അടുത്ത മാക്സിമം കിട്ടും. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു മാക്സിമയുടെ കേസിൽ. ഓക്കെ, അപ്പോൾ ആ പൊസിഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻറ്റൻസിറ്റി അത് നമ്മൾ പറഞ്ഞു അപ്രോക്സിമേറ്റ്ലി 4.72% ഓഫ് I0 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ആ റേഷ്യോ എന്തായിരിക്കും? റേഷ്യോ I0 ഡിവൈഡഡ് ബൈ 0.0472 I0 അല്ലെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 0.0472 ആയിരിക്കും. So that ratio is approximately 21. ഓക്കെ, അപ്പോൾ സെൻട്രൽ മാക്സിമയുടെ അപ്രോക്സിമേറ്റ്ലി 1/21th ഇൻറ്റൻസിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത്? ഫസ്റ്റ് മാക്സിമം. ഇത് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതൊരു പ്രോബ്ലം ആയിട്ട് തന്നു എന്ന് മാത്രം. ഓക്കെ, now we will go to the next problem. സർക്കുലർ അപ്പർച്ചർ ആണ്. സർക്കുലർ അപ്പർച്ചറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 0.01 സെൻറ്റിമീറ്റർ. That is placed in front of a convex lens of focal length 25 cm. അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. അതായത് സ്ക്രീനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് ബേസിക്കലി. ആൻഡ് ഇല്ലുമിനേറ്റഡ് ബൈ എ പാരലൽ ബീം ഓഫ് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 5 × 10⁻⁵ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ 5000 ആങ്സ്ട്രോം, അല്ലെങ്കിൽ 500 നാനോമീറ്റർ. അതാണ് തന്നിരിക്കുന്നത്. വേവ് ലെങ്ത് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ റേഡിയൈ ഓഫ് ഫസ്റ്റ് 3 ഡാർക്ക് റിങ്സ്. ഫസ്റ്റ് 1, 2, 3 ഡാർക്ക് റിങ്സിൻ്റെ റേഡിയസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആംഗുലർ പൊസിഷൻ, മിനിമയുടെ ആംഗുലർ പൊസിഷൻസ് ഒക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിൽ പറഞ്ഞ അതേ സാധനമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. 3.832 λ/2πa ഫസ്റ്റ് മിനിമ. സെക്കൻഡ് മിനിമ എന്ന് പറയുന്നത് 7.016 λ/2πa. തേർഡ് മിനിമ എന്ന് പറയുന്നത് 10.174 λ/2πa. ഓക്കെ, അപ്പോൾ അതിലൊന്നും ചെയ്യേണ്ട. റേഡിയസിന് എക്ക് 0.01 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡയ്ക്ക് 500 നാനോമീറ്റർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആംഗുലർ പൊസിഷൻസ് ഓഫ് ഫസ്റ്റ് 3 മിനിമ കിട്ടും. ഓക്കെ, അപ്പോൾ ആ പൊസിഷൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3.05 × 10⁻³ 5.58 × 10⁻³ 8.096 × 10⁻³ റേഡിയനിലാണ്. ഓക്കെ, അപ്പോൾ ആംഗുലർ പൊസിഷൻസ് കിട്ടി. ഇനി ആ സ്ക്രീനിൽ ഉണ്ടാവുന്ന ഏറി റിങ്സിൻ്റെ റേഡിയസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ്, സെക്കൻഡ് ഡാർക്ക് റിങ്ങിൻ്റെ റേഡിയസ്, അതായത് ആ സെൻട്രൽ സ്പോട്ട് ഒന്ന് ഫസ്റ്റ് ഡാർക്കിലേക്കുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തീറ്റയ്ക്കുള്ള ആർക്ക് ലെങ്ത് ബൈ റേഡിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോർമുലയിൽ നിന്ന് എന്ത് കിട്ടും? അപ്പോൾ ഈ സ്ക്രീനിലുള്ള റേഡിയസ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ തീറ്റ ഇൻറ്റു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. അപ്പോൾ ഇതിനെ ഈ ഫോക്കൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റേഡിയസ് കിട്ടും. സോ റേഡിയസ് ഓഫ് ഡിഫറെൻറ്റ് റിങ്സ്, ഫസ്റ്റ് റിങ്, സെക്കൻഡ് റിങ്, തേർഡ് റിങ്, 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 25 സെൻറ്റിമീറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂസ് കിട്ടും. 0.076, 0.1396, 0.2024 സെൻറ്റിമീറ്റർ. ഓക്കെ, സോ ദീസ് വെർ ദ ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്ത പ്രോബ്ലം എന്ന് പറയുന്നത് ഇതും സർക്കുലർ അപ്പർച്ചറാണ്.
കൺസിഡർ എ പ്ലെയിൻ വേവ്ഫ്രണ്ട് ഇൻസിഡന്റ് ഓൺ എ കോൺവെക്സ് ലെൻസ് ഓഫ് ഡയമീറ്റർ 5 സെന്റിമീറ്റർ. അപ്പോൾ കോൺവെക്സ് ലെൻസിന്റെ ഡയമീറ്റർ വന്നിട്ട് 5 സെന്റിമീറ്റർ ആൻഡ് ഫോക്കൽ ലെങ്ത് 10 സെന്റിമീറ്റർ. അപ്പോൾ സ്ക്രീൻ ഡിസ്റ്റൻസ്, സ്ക്രീൻ ഫോക്കൽ ലെങ്ത്തിലാണ് വെക്കുക, അപ്പോൾ സ്ക്രീൻ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ദെൻ വേവ് ലെങ്ത് ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് തന്നിട്ടുണ്ട് 6000 ആങ്സ്ട്രോം. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഡാർക്ക് റിംഗ്. ഫസ്റ്റ് ഡാർക്ക് റിംഗിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. Now repeat the calculation for the length for the same focal length but diameter 15 centimeter. അപ്പോൾ ഞാനെന്താ ചെയ്യുക, ആ ലെൻസിന്റെ ഡയമീറ്റർ കുറച്ചും കൂടി കൂട്ടി 15 സെന്റിമീറ്റർ ആക്കി, ഫോക്കൽ ലെങ്ത് സെയിം തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? ബേസിക്കലി അപ്പർച്ചറാണ് കൂട്ടിയിരിക്കുന്നത്, അപ്പർച്ചറിന്റെ ഡയമീറ്റർ കൂട്ടി. അപ്പോൾ അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ആംഗുലർ പൊസിഷൻ തീറ്റ ഈക്വൽ 1.22 ലാംഡ ബൈ ഡി. അതാണ് ഫസ്റ്റ് ഡാർക്ക് റിംഗിന്റെ ആംഗുലർ പൊസിഷൻ. അപ്പോൾ അതിൽ ഡി തന്നിട്ടുണ്ട് 5 സെന്റിമീറ്റർ. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം. തീറ്റ കാൽക്കുലേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1.46 × 10⁻⁵ റേഡിയൻ കിട്ടും. അല്ലെങ്കിൽ അതിന്റെ റേഡിയസ്, ആ എയറി പാറ്റേണിന്റെ സ്ക്രീനിലുള്ള റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഫോക്കൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ നമുക്ക് കിട്ടും ഫോക്കൽ ലെങ്ത് കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ 10 സെന്റിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത്. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1.46 മൈക്രോമീറ്റർ കിട്ടും. ഇതാണ് റേഡിയസ്. ഓക്കെ, ഇനി ഞാൻ ആ അപ്പർച്ചർ സൈസ് കൂട്ടി, ആ ലെൻസിന്റെ ഡയമീറ്റർ അപ്പർച്ചർ സൈസ് കൂട്ടിയിട്ട് 15 സെന്റിമീറ്റർ ആക്കി, 3 ഇരട്ടിയാക്കി. ഓക്കെ, 3 ഇരട്ടിയാക്കിയപ്പോൾ അഗെയിൻ ഐ റിപ്പീറ്റഡ് ദ കാൽക്കുലേഷൻ. Now I got the airy pattern radius reduced to 0.488 micrometer. 3 times reduce ചെയ്തു. ഓക്കെ, അപ്പോൾ അപ്പർച്ചർ കൂട്ടിയപ്പോൾ എയറി പാറ്റേണിന്റെ റേഡിയസ് കുറഞ്ഞു. ഓക്കെ, സോ ബേസിക്കലി നമ്മുടെ ഒരു ക്യാമറയിലാണെങ്കിലും ടെലസ്കോപ്പിലാണെങ്കിലും ഓരോ പോയിന്റിന്റെയും ചുറ്റോറും എയറി പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. ഒരു സിംഗിൾ പോയിന്റ് ഉള്ളതിനെ അതിൻ്റെ ചുറ്റോറും എയറി പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ കൂടി വരുമ്പോൾ ഈ എയറി പാറ്റേണിൻ്റെ ഡയമീറ്റർ കൂടിയ എയറി പാറ്റേണിൻ്റെ റേഡിയസ് കുറയും. അപ്പോൾ പിക്ചർ ക്ലാരിറ്റി കൂടി വരും, ഷാർപ്പായിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ ടെലസ്കോപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 പോയിന്റിനെ കറക്റ്റായിട്ട് റിസോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡയമീറ്റർ കൂടിയപ്പോൾ എന്ത് കിട്ടി? എയറി പാറ്റേണിന്റെ റേഡിയസ് കുറഞ്ഞു. ഓക്കെ, ഇതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇതെല്ലാം എന്താ പറയുക, ഈ ടെലസ്കോപ്പിന്റെ റെസൊല്യൂഷൻ അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ക്യാമറയുടെ റെസൊല്യൂഷൻ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ പ്രോബ്ലംസ്, അസൈൻമെന്റ്സ്. Now we will go to today's class. So that is diffraction produced by a double slit. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിംഗിൾ സ്ലിറ്റും കവർ ചെയ്തു, എയറി പാറ്റേൺ മീൻസ് സർക്കുലർ അപ്പർച്ചറും കവർ ചെയ്തു. Now we will go to double slit. So double slit എന്ന് പറഞ്ഞാൽ ബേസിക്കലി 2 സ്ലിറ്റുകൾ അടുത്തടുത്ത് വെച്ചിട്ടുള്ള 2 സ്ലിറ്റുകൾ. ഓക്കെ, ഇപ്പോൾ ഈ പിക്ചർ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു സ്ലിറ്റ് കാണാം. ഓക്കെ, ഇവിടെ ഒരു സ്ലിറ്റ് കാണാം, ഇവിടെ ഒരു സ്ലിറ്റ് കാണാം. ഇതാണ് 2 സ്ലിറ്റുകൾ. ബാക്കിയുള്ള ഏരിയയിലൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്, ലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്ത് പോവില്ല. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഡബിൾ സ്ലിറ്റ്. ഇനി നമ്മുടെ ഫ്രാൻഹോഫർ ഡൈഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വരുന്ന വേവ്സ് പാരലായിരിക്കണം, പ്ലെയിൻ വേവ് ഫ്രണ്ട് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെൻസ് അവിടെ ലെഫ്റ്റിൽ വെച്ചിട്ടുണ്ടാവും. അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ഒരു പ്ലെയിൻ വേവ് ഫ്രണ്ട് കിട്ടിയാൽ മതി. ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു കേസിൽ ഫ്രാൻഹോഫർ ആണെന്നുണ്ടെങ്കിൽ അഗൈൻ റൈറ്റ് സൈഡിൽ ഒരു ലെൻസ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇൻഫിനിറ്റിയിൽ അല്ലാണ്ട് നമുക്കൊരു സ്ക്രീനിൽ അത് ഫോക്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി ഇവിടെ ഓരോ സ്ലിറ്റിൻ്റെ വിഡ്ത്തും ബി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. രണ്ടും സെയിം വിഡ്ത്തുള്ള സ്ലിറ്റുകളാണ്. ഓക്കെ, അതാണ് ഇവിടെ ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഈ 2 സ്ലിറ്റുകളും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് ഡി ആണ്. 2 സ്ലിറ്റുകളും തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്ലിറ്റിന്റെ അവസാനത്തു നിന്ന് സെക്കൻഡ് സ്ലിറ്റിന്റെ ആദ്യത്തിലേക്കല്ല,
ഫസ്റ്റ് സ്ലിറ്റിൻ്റെ തുടക്കത്തിൽ നിന്ന് സെക്കൻഡ് സ്ലിറ്റിൻ്റെ തുടക്കത്തേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ ഡി എന്ന് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലിറ്റിൻ്റെ ലാസ്റ്റ് പോയിന്റ് സെക്കൻഡ് സ്ലിറ്റിൻ്റെ ലാസ്റ്റ് പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലിറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് സെക്കൻഡ് സ്ലിറ്റിൻ്റെ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അതാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ഒരു സ്ലിറ്റിൽ നിങ്ങൾ ലൈറ്റ് ഷൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ട് ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ പ്രൊഡ്യൂസ് ചെയ്യും. നമുക്കറിയാം ഡൈഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവും. സെക്കൻഡ് സ്ലിറ്റ് കൊണ്ടും ഒരു ഡൈഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ. ഇനി രണ്ട് സ്ലിറ്റുകൾ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രണ്ട് സ്ലിറ്റ് കൊണ്ട് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് സ്ലിറ്റ് കൊണ്ടും ഒരു ഇന്റർഫറൻസും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഒരു സ്ലിറ്റ് കൊണ്ട് ഒരു ഡൈഫ്രാക്ഷൻ, വേറെ സ്ലിറ്റ് കൊണ്ട് ഒരു ഡൈഫ്രാക്ഷൻ, ഈ രണ്ട് സ്ലിറ്റും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇന്റർഫറൻസും കൂടി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഈ മൂന്ന് കോൺട്രിബ്യൂഷനും കൂടിയിട്ടുള്ള ഒരു റിസൾട്ടൻ്റ് ആയിരിക്കും പിയിലുള്ള ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. അപ്പോൾ അതെന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ. നമുക്കതിൻ്റെ കുറച്ച് അനാലിസിസിലേക്ക് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സപ്പോസ് ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് അറ്റ് ദ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിഫ്രാക്ഷൻ ഡിസ്പ്ലേസ്മെന്റ്സ്, ഓക്കെ, അതിനൊരു വേവ് ഫോമായിട്ട് എനിക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ ആൾറെഡി ഡിറൈവ് ചെയ്തതാണ്. ഓക്കെ. ഒരു സിംഗിൾ സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റ് ഒരു വേവ് ഫോം എന്ന് പറയുന്നത് E1. അതിന് ഞാൻ ഫസ്റ്റ് സ്ലിറ്റിനെ E1 എന്ന് റെപ്രസെന്റ് ചെയ്തു. ആംപ്ലിറ്റ്യൂഡ് E1 ഈക്വൽ ടു A sin beta by beta into cos omega t plus beta. ഇത് നമ്മൾ ഡിഫ്രാക്ഷൻ സിംഗിൾ സ്ലിറ്റ് ഡിഫ്രാക്ഷൻ്റെ അതേ ഫോർമുലയാണ്. അതിൻ്റെ ഡെറിവേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാം. ഓക്കെ. ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡൈഫ്രാക്ഷൻ അതിൽ അപ്പോൾ ബീറ്റ എന്ന് പറയുന്നത്, ബീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബി ബൈ ലാംഡ സൈൻ തീറ്റ നമുക്കറിയാം. ഓക്കെ. സോ ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഇൻറ്റൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ എഴുതി. ഓക്കെ. സിമിലർലി രണ്ടാമത്തെ സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് A സൈൻ ബീറ്റ ബൈ ബീറ്റ കോസ് ഒമേഗ ടി പ്ലസ് ബീറ്റ മൈനസ് 5/1 എന്ന് എഴുതാൻ പറ്റും. കാരണം ഫസ്റ്റ് സ്ലിറ്റ് കൊണ്ടും സെക്കൻഡ് സ്ലിറ്റ് കൊണ്ടും ഉണ്ടാവുന്നതിൽ ചെറിയൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഫേസ് ഡിഫറൻസിന് ഞാൻ 5/1 എഴുതി. ഓക്കെ. ഈ 5/1 അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് ഇന്റർഫറൻസിൽ ആ ഫേസ് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു. പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് ഈക്വൽ ടു 2π ബൈ ലാംഡ ഡി സൈൻ തീറ്റ ആയിരിക്കും. നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എടുത്ത് നോക്കിയാൽ മതി. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഓക്കെ. ആ രണ്ട് പോയിന്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണെന്നുണ്ടെങ്കിൽ, ഓക്കെ, പാത്ത് ഡിഫറൻസ് ഡി സൈൻ തീറ്റ ആയിരിക്കും. ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻറ്റു 2π ബൈ ലാംഡ ഡി സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ. ഇത് നമ്മൾ ഇന്റർഫറൻസിൽ പഠിച്ചിട്ടുണ്ടാവും. ഇതായിരിക്കും ഈ രണ്ട് വേവും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ്. ഓക്കെ. ഇപ്പം എനിക്ക് രണ്ട് സ്ലിറ്റ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസ്പ്ലേസ്മെന്റിന്റെ വേവ് ഫോമാണ് രണ്ടെണ്ണം എഴുതിയിരിക്കുന്നത്, E1ഉം E2. ഓക്കെ. അപ്പോൾ പിയിൽ ഉണ്ടാവുന്ന റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്താൽ മതി. സോ ദാറ്റ് ഈസ് E ഈക്വൽ ടു E1 plus E2 resultant amplitude, resultant displacement E equal to E1 plus E2. So basically ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുക. രണ്ടും കൂടി ആഡ് ചെയ്യണമെങ്കിൽ അതിൽ രണ്ടിലും കോമൺ ആയിട്ടൊരു പാർട്ട് ഉണ്ട്. A സൈൻ ബീറ്റ ബൈ ബീറ്റ കോമൺ ആണ്. അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് ഒമേഗ ടി പ്ലസ് ബീറ്റ പ്ലസ് കോസ് ഒമേഗ ടി പ്ലസ് ബീറ്റ മൈനസ് 5/1. ആ ഒരു ചെറിയ ഫേസ് ഡിഫറൻസ് ഉണ്ടാവും രണ്ടും തമ്മിൽ 5/1. ഓക്കെ. അപ്പോൾ കോസ് എ പ്ലസ് കോസ് ബി എന്ന് പറയുന്നത് 2 കോസ് എ പ്ലസ് ബി ബൈ 2 കോസ് എ മൈനസ് ബി ബൈ 2. അപ്പോൾ ആ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എ സൈൻ ബീറ്റ ബൈ ബീറ്റ 2 കോസ് എ പ്ലസ് ബി ബൈ 2 2 ഒമേഗ ടി പ്ലസ് 2 ബീറ്റ മൈനസ് 5/1 ബൈ 2 വരും. കോസ് എ മൈനസ് ബി ബൈ 2, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് 5/1 ബൈ 2 വരും. ഓക്കെ. അപ്പോൾ അതിൽ ഞാൻ ഈ 2നെ പുറത്തേക്ക് എടുത്തു. ഈ കോസ് 5/1 ബൈ 2നെ എവിടേക്ക് എഴുതി?
2a sin beta by beta cos phi 1 by 2 cos omega t plus beta minus phi 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ cos phi 1 by 2 കൂടിയും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫോമിൽ എഴുതാൻ പറ്റും. 2a sin beta by beta cos phi 1 by 2 into cos omega t plus beta minus phi 1 by 2. അതിൽ ഞാൻ ഈ phi 1 by 2നെ ഞാൻ ഗാമ എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എന്തായിരിക്കും? E ഈക്വൽ ടു 2a sin beta by beta cos gamma into cos omega t plus beta minus gamma. ഓക്കെ, ഇവിടെ ഒരു വേവ് ഇക്വേഷൻ, അതിലെ ടൈം കമ്പോണന്റ് വരുന്നത് ഇവിടെയാണ്. ഓക്കെ, അപ്പോൾ ആവറേജ് എടുക്കുകയാണെങ്കിൽ ടൈം കമ്പോണന്റ് 1 ആയി പോവും. സോ ബാക്കി എന്ത് കിട്ടും? ഇതാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരിക. ഓക്കെ, സോ ആംപ്ലിറ്റ്യൂഡ് ഇസ് ഗിവൺ ബൈ റിസൾട്ടന്റ് ഡിസ്പ്ലേസ്മെന്റിന്റെ ആംപ്ലിറ്റ്യൂഡ് ഇതായിരിക്കും. ഓക്കെ, അതിലെ ഗാമ എന്ന് പറയുന്നത് phi 1 by 2 ആണ്. സോ phi നമ്മൾ നേരത്തെ ഫോർമുല എഴുതി വെച്ചിട്ടുണ്ട്, 2 pi by lambda d sin theta ആണ്. അപ്പോൾ phi 1 by 2 എന്ന് പറയുന്നത് pi by lambda d sin theta, അതാണ് ഗാമ. ഓക്കെ, അപ്പോൾ അതിൽ ബീറ്റ എന്ന് പറയുന്നതും ഗാമ എന്ന് പറയുന്നതും നമ്മുടെ സർക്കുലർ അപ്പർച്ചറിന്റെ കേസിൽ ന്യൂ എന്ന് പറഞ്ഞു, അതിൻ്റെ എല്ലാം ഫോർമുല സെയിം ആയിട്ടാണ് വരിക, ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബീറ്റ എന്ന് പറയുന്നത് പൈ ബൈ ലാംഡ ബി സൈൻ തീറ്റ ആണ് വരിക. ബി എന്ന് പറയുന്നത് ഒരു സ്ലിറ്റിന്റെ വിഡ്ത്ത്. ഓക്കെ, അതാണ് ബീറ്റ. ഇപ്പൊ ഗാമ എന്ന് പറയുമ്പോൾ നോക്കൂ, അതേ ഫോർമുലയിൽ ബിക്ക് പകരം ഡി മാത്രം കൊടുത്താൽ മതി. ഈ രണ്ട് സ്ലിറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇന്റർഫറൻസ് ടേം ആണത്, മറ്റേത് ഡൈഫ്രാക്ഷൻ ടേം ആയിരുന്നു. ഗാമ ഈക്വൽ ടു പൈ ബൈ ലാംഡ ഡി സൈൻ തീറ്റ കിട്ടും. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് പറഞ്ഞത്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഇവിടെ ഞാൻ സർക്കിൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റൻസിറ്റി ഈസ് ഈക്വൽ ടു സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ്. ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 4I0 സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഗാമ എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ 2 സ്ലിറ്റ് ഇന്റർഫറൻസ് പാറ്റേൺ. ഈ ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്റർഫറൻസ് പാറ്റേൺ, ഇന്റർഫറൻസ് അല്ല, ഡൈഫ്രാക്ഷൻ പാറ്റേൺ ഡ്യൂ ടു എ ഡബിൾ സ്ലിറ്റ്. ഓക്കെ, ഈ ഫംഗ്ഷൻ നമുക്ക് വേണമെങ്കിൽ മാനുവലി പ്ലോട്ട് ചെയ്യാം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് ടീഡിയസ് ആണ്, കുറച്ചധികം സമയം എടുക്കും. പ്രോഗ്രാമായിട്ട് എഴുതി ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പ്ലോട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും പ്രോഗ്രാം എഴുതാൻ പറ്റിയെന്ന് വരില്ല. എന്തായാലും പ്രോഗ്രാമിംഗ് നോളജ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷൻ നമുക്ക് പ്രോഗ്രാമാറ്റിക്കലി പ്ലോട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. സോ ദിസ് ഇസ് ദ ഡബിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഒരു ടേം നോക്കിക്കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ, ആ ഒരു ടേം എന്ന് പറയുന്നത് ഡൈഫ്രാക്ഷൻ ടേം ആണ്. സോ ഡൈഫ്രാക്ഷൻ ബൈ എ സിംഗിൾ സ്ലിറ്റ് ഓഫ് വിഡ്ത്ത് ബി വിഡ്ത്ത് ഉള്ള ഒരു സിംഗിൾ സ്ലിറ്റിന്റെ ഡൈഫ്രാക്ഷന്റെ ടേം ആണ് സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ടേം കോസ് സ്ക്വയർ ഗാമ ടേം എന്ന് പറയുന്നത് ഇന്റർഫറൻസ് ടേം ആണ്. ഇന്റർഫറൻസ് ബൈ ഡബിൾ സ്ലിറ്റ് ഓഫ് സെപ്പറേഷൻ ഡി. യങ്സ് ഡബിൾ സ്ലിറ്റിലൊക്കെ ഇതാണ് വരിക. ഓക്കെ, അപ്പോൾ ആ രണ്ട് ടേമിന്റെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ടോട്ടൽ ഇന്റൻസിറ്റി നമുക്ക് കിട്ടുക. ഓക്കെ, നമുക്കതിന്റെ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. ഓക്കെ, ബേസിക്കലി ഇതാ ഈ തന്നിരിക്കുന്ന i ഈക്വൽ ടു 4I0 സൈൻ സ്ക്വയർ ബീറ്റ ബൈ ബീറ്റ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ ഗാമ. ആ ഒരു ഫംഗ്ഷൻ മാത്രം പ്ലോട്ട് ചെയ്താൽ മതി, തീറ്റ വേരി ചെയ്തിട്ട്. തീറ്റയുടെ ടേമിലായിരിക്കും ബീറ്റയും ഗാമയും വരിക. അത് വെച്ച് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ നേച്ചർ ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഒരു ഷേപ്പ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്ലൈൻ എടുത്ത് നോക്കുക. ഇതിൻ്റെ ഔട്ട്ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഡൈഫ്രാക്ഷൻ പാറ്റേൺ. ഓക്കെ, ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ, സിംഗിൾ സ്ലിറ്റിന്റെ ഡൈഫ്രാക്ഷൻ പാറ്റേൺ പോലുള്ള ഒരു പാറ്റേൺ ആണ് നിങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ചെറിയ ഇന്റർഫറൻസ് പാറ്റേൺ. ഇന്റർഫറൻസ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഡ്ത്ത് ആയിരിക്കും. ഡൈഫ്രാക്ഷൻ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഈക്വൽ വിഡ്ത്ത് അല്ല, സെൻട്രലിന്റെ വിഡ്ത്ത് കൂടുതലാണ്. ഓക്കെ,
അപ്പോൾ ഒരു ഇൻ്റർഫറൻസ് പാറ്റേണിൻ്റെ ഉള്ളിൽ ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേണിൻ്റെ ഉള്ളിൽ ഒരു ഇൻ്റർഫറൻസ് പാറ്റേൺ വെച്ച പോലെ ആയിരിക്കും ഈ ഫംഗ്ഷൻ വരിക. സോ ദിസ് ഈസ് ദ diffraction pattern due to a double slit. Okay. ഇനി അതിൻ്റെ മാക്സിമ മിനിമ എവിടെ വരും നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മിനിമ പൊസിഷൻസ് എവിടേക്കാണ് വരിക നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ആദ്യം എഴുതിയിരിക്കുന്നത് അതിൻ്റെ ആ ഫംഗ്ഷനാണ്. ഓക്കെ, അതിൻ്റെ മിനിമ എവിടെ വരും? അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈൻ ബീറ്റ ടേം ഉണ്ട്, അതിൻ്റെ സ്ക്വയർ. അപ്പോൾ സൈൻ ബീറ്റ എപ്പോഴൊക്കെ 0 ആവും? വേർ ബീറ്റ ആയിക്കൊണ്ട് എം പൈ ആണെന്നുണ്ടെങ്കിൽ സൈൻ ബീറ്റ 0 ആയിട്ട് മാറും. ഓക്കെ, ഇത് നമ്മൾ ഡൈഫ്രാക്ഷൻ ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ M1 2 3 4 ഈ പൊസിഷനിലൊക്കെ എന്ത് കിട്ടും? ഇൻറ്റൻസിറ്റി 0 ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഡൈഫ്രാക്ഷൻ മിനിമാസ്. ഓക്കെ, അതല്ലെങ്കിൽ ഇവിടെ ഒരു കോസ് ടേം ഉണ്ട്. കോസ് ടേമിൽ ഗാമ ഈക്വൽ ടു n-12 പൈ, ഒന്നുകിൽ π/2 ആവാം, അല്ലെങ്കിൽ 2π/2 അല്ല 3π/2 ആവാം, 5π/2 ആവാം, 7π/2 ആവാം. അങ്ങനെ വരുന്ന പൊസിഷനിലൊക്കെ കോസ് ടേം എന്തായിരിക്കും? 0 ആയിരിക്കും. കോസ് 90 ഈക്വൽ ടു 0. അപ്പോൾ ആ സമയത്തും എന്തായിരിക്കും? മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് തീറ്റ, സൈൻ തീറ്റ ഈക്വൽ ടു m λ/b, ബീറ്റയുടെ എക്സ്പ്രഷൻ എഴുതിയതാണ്. ഓക്കെ, സൈൻ തീറ്റകൾ m λ/b. ഓക്കെ, ആ കണ്ടീഷനിലൊക്കെ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. സൈൻ തീറ്റകൾ തീറ്റ അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, തീറ്റ ചെറുതാണെങ്കിൽ സൈൻ തീറ്റകൾ തീറ്റ. അപ്പോൾ ഈ ആംഗുലർ പൊസിഷനിൽ m λ/b എപ്പോഴൊക്കെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് വരുന്നോ അത് മിനിമം ആയിരിക്കും. അല്ലെങ്കിൽ ഗാമ എന്ന് പറയുന്നതിന് പകരം, ഗാമയ്ക്ക് പകരം n-1 λ/d അല്ലെങ്കിൽ സൈൻ തീറ്റ. അപ്പോൾ ഈ ആംഗുലർ പൊസിഷനിൽ വരുമ്പോഴൊക്കെയും മിനിമം ആയിരിക്കും. ഇപ്പോൾ രണ്ട് തരത്തിലുള്ള മിനിമ വരും. ഒന്ന് ഡൈഫ്രാക്ഷൻ മിനിമ വരും, ഒന്ന് ഇൻ്റർഫറൻസ് മിനിമ വരും. ഓക്കെ, ഇപ്പോൾ ഡൈഫ്രാക്ഷൻ മിനിമം നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈഫ്രാക്ഷൻ മിനിമം ഉണ്ട്, ഇവിടെ ഒരു ഡൈഫ്രാക്ഷൻ മിനിമം ഉണ്ട്. അടുത്ത ഡൈഫ്രാക്ഷൻ മിനിമം ഇവിടെ ആയിരിക്കും, അടുത്ത ഡൈഫ്രാക്ഷൻ മിനിമം ഇവിടെ ആയിരിക്കും. ഓക്കെ, ദെൻ ഇൻ്റർഫറൻസ് മിനിമം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ട് ഡൈഫ്രാക്ഷൻ മിനിമ, സെൻറ്ററിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഡൈഫ്രാക്ഷൻ മിനിമയുടെ ഉള്ളിൽ തന്നെ ഒരുപാട് ഇൻ്റർഫറൻസ് മിനിമാസ് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ഇൻ്റർഫറൻസ് മിനിമയാണ്. ഓക്കെ, ഡൈഫ്രാക്ഷൻ മിനിമയും ഇൻ്റർഫറൻസ് മിനിമയും. സോ ദീസ് ആർ ദ മിനിമ പൊസിഷൻസ്. ഈ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇനി എന്തൊക്കെയായിരിക്കും മാക്സിമ പൊസിഷൻസ്? ഓക്കെ, മാക്സിമ എവിടെയാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ഞാൻ ഇൻ്റർഫറൻസ് മാക്സിമ മാത്രം പറയാം. ഇൻ്റർഫറൻസ് മാക്സിമ എന്ന് പറയുന്നത് കോസ് ഗാമ ടേം ആണ്. അപ്പോൾ കോസ് ഗാമ ടേം മാക്സിമം ആയിരിക്കണം. കോസ് സ്ക്വയർ ആണ്. അപ്പോൾ ഒന്നുകിൽ -1 ആവാം അല്ലെങ്കിൽ +1 ആവാം. കോസ് -1 +1 ആവുന്നത് ഗാമ ഈക്വൽ ടു m പൈ ആവുമ്പോഴാണ്. ഗാമ ഈക്വൽ ടു 0 ആവുമ്പോൾ, അല്ലെങ്കിൽ പൈ ആവുമ്പോൾ, 2π ആവുമ്പോൾ, 3π ആവുമ്പോൾ ഒക്കെ എന്ത് കിട്ടും? മാക്സിമ കിട്ടും. അതായത് കോസ് 0 1 ആണ്, കോസ് 180 -1, അപ്പോൾ അതിൻ്റെ സ്ക്വയർ പറഞ്ഞാൽ +1 ആവും. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാക്സിമ പൊസിഷൻസാണ്. ഓക്കെ, അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈൻ തീറ്റ ഈക്വൽ 0 അല്ലെങ്കിൽ λ/d, 2 λ/d, 3 λ/, ഞാനിവിടെ എഴുതിയൊരു ചെറിയൊരു തെറ്റുണ്ട്. 2π അല്ല, 2 ലാംഡയാണ്. ഓക്കെ, സോ 2 λ/d, 3 λ/d ആ പൊസിഷനിലൊക്കെ എന്ത് കിട്ടും? മാക്സിമം കിട്ടും. ഇൻ്റർഫറൻസ് ആണ് പറയുന്നത് കേട്ടോ. ഡി എന്ന് പറയുന്നത് ആ രണ്ട് സ്ലിറ്റുകളും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് മാക്സിമം കിട്ടും. ഈ പൊസിഷനിലൊക്കെ മാക്സിമം കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു മാക്സിമ ഈ സെൻറ്ററിൽ തന്നെ കിട്ടും. ഓക്കെ, 0 ആവുമ്പോൾ ഇവിടെ ഒരു മാക്സിമ, ഇവിടെ ഒരു മാക്സിമ, ഇവിടെ ഒരു മാക്സിമ, ഇവിടെ ഒരു മാക്സിമ. ഓക്കെ, അങ്ങനെ മാക്സിമാസ് കിട്ടും. ഇനി ഒന്നും കൂടി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഈ ആംഗുലർ പൊസിഷൻ തീറ്റ ഈക്വൽ ടു ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ λ/d, 2 λ/d അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ആയിരിക്കും നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്തു. അപ്പോൾ അതിലൊരു കണ്ടീഷൻ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഡിഫ്രാക്ഷൻ്റെ മിനിമ ഈ ഇൻ്റർഫറൻസിൻ്റെ മാക്സ് വരുന്ന അതേ പൊസിഷനിൽ ഡിഫ്രാക്ഷൻ്റെ മിനിമ വരുന്നുണ്ടോ നോക്കണം.
ഡിഫ്രാക്ഷൻ്റെ മിനിമ കണ്ടീഷൻസ് ആണ് സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ ബൈ ബി, 2 ലാംഡ ബൈ സോറി 2 ലാംഡ ബൈ ബി ആണ്, ഞാൻ ലാംഡ ബൈ 2b എഴുതിയത്, സോറി ഇത് തെറ്റാണ്, 2 ഇവിടെ വരിക, അതുപോലെ 3 ഇവിടെ വരിക. ഓക്കെ, അപ്പോൾ ഈ പൊസിഷൻസിലൊക്കെ ഏതെങ്കിലും പൊസിഷൻ രണ്ടും കൂടി ഒരേ പൊസിഷനിൽ വരികയാണ്, അതായത് ഇൻ്റർഫറൻസ് മാക്സിമയും ഡൈഫ്രാക്ഷൻ മിനിമയും കൂടി ഒന്നിച്ചു വന്നാൽ എന്താ ഉണ്ടാവുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇപ്പോൾ ഇൻ്റർഫറൻസിൻ്റെ മാക്സിമയും ഡൈഫ്രാക്ഷൻ്റെ മിനിമയും കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പ്രഷൻ നോക്കിയാൽ അറിയാം, ഇറ്റ്സ് എ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ആകുമ്പോൾ 0 × 1 എന്ന് പറഞ്ഞാൽ 0 ആണ്, മിനിമം ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർഫറൻസ് മാക്സിമം മാത്രം നോക്കി പോയി കഴിഞ്ഞാൽ ചില പോയിന്റ് എത്തുമ്പോൾ നമ്മൾ മാക്സിമം എന്ന് പ്രെഡിക്റ്റ് ചെയ്യും, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവിടെ മിസ്സിങ് ആയിരിക്കും മാക്സിമ. അപ്പോൾ അതിന് നമ്മൾ പറയും മിസ്സിങ് ഓർഡേഴ്സ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻ്റർഫറൻസ് മാക്സിമയുടെ അതേ ആംഗുലർ പൊസിഷനിൽ ഡൈഫ്രാക്ഷൻ മിനിമം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ മാക്സിമ ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അതിന് നമ്മൾ മിസ്സിങ് ഓർഡേഴ്സ് എന്ന് പറയും. Okay, so that is all about diffraction due to a double slit. Okay, അപ്പോൾ നമ്മൾ ഡൈഫ്രാക്ഷൻ ഡ്യൂ ടു ഡബിൾ സ്ലിറ്റിൽ എന്തൊക്കെ പറഞ്ഞു, 2 കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ 2 സ്ലിറ്റ് കൊണ്ടും ഓരോ ഡൈഫ്രാക്ഷൻ എഫക്റ്റ് ഉണ്ടാവും, ഈ 2 സ്ലിറ്റും കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇൻ്റർഫറൻസ് എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടാനായിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ അനാലിസിസ് ചെയ്തിട്ട് വി ഒബ്റ്റൈൻഡ് ദിസ് ഫോർമുല. ഓക്കെ, ഇൻറ്റൻസിറ്റിയുടെ ഒരു ഫോർമുല നമ്മൾ കിട്ടി. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമ മിനിമ പൊസിഷൻസ് നമ്മൾ പറഞ്ഞു, അതെല്ലാം ഇൻ്റർപ്രറ്റ് ചെയ്തു. മിസ്സിങ് ഓർഡേഴ്സ് എന്താണെന്ന് പറഞ്ഞു, മിസ്സിങ് ഓർഡേഴ്സ് വരാനുള്ള കാരണം പറഞ്ഞു. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ ഫംഗ്ഷൻ ഇഫ് യു ഹാവ് സം പ്രോഗ്രാമിംഗ് സ്കിൽ യു ക്യാൻ പ്ലോട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. സോ ബേസിക്കലി ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് ലാംഡ 600 നാനോമീറ്റർ അല്ലെങ്കിൽ 6000 ആങ്സ്ട്രോം. ദെൻ അവിടെ ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്തും ബി, ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത്, ഇത് 2 സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി. ഓക്കെ, ഏതായിരിക്കും വലുത്? ഞാനിപ്പോൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഫംഗ്ഷനിൽ ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത് പറയുന്നത് 0.2 മില്ലിമീറ്ററും സ്ലിറ്റുകൾ തമ്മിലുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 0.6 മില്ലിമീറ്ററും. എന്തായാലും ഡി ആയിരിക്കണം വലുത്, ഡി ആ വലുത് വരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഐ ഹാവ് എ പ്രോഗ്രാം. അപ്പോൾ ഇത് ബേസിക്കലി ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ എനിക്ക് സ്ലിറ്റ് വിഡ്ത്തുകൾ മാറ്റാം, 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാറ്റാം, വേവ് ലെങ്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് ബി, ഒരു സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ സെറ്റ് ചെയ്തു. ഈ 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 മില്ലിമീറ്റർ സോറി 0.6 മില്ലിമീറ്റർ സെറ്റ് ചെയ്തു. വേവ് ലെങ്ത് എന്ന് പറയുന്നത് 600 നാനോമീറ്റർ സെറ്റ് ചെയ്തു. ഓക്കെ, now if I plot, the function will be like this. Okay, പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ നേച്ചർ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ടോട്ടൽ എൻവലപ്പ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡിഫ്രാക്ഷൻ പാറ്റേൺ ആയിരിക്കും, അതിൻ്റെ ഉള്ളിൽ ഇൻ്റർഫറൻസ് പാറ്റേൺ. ഓക്കെ, ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 സ്ലിറ്റുകൾ തമ്മിലുള്ള ഓക്കെ, ആദ്യം ഒരു സ്ലിറ്റ് വിഡ്ത്ത് ഞാൻ കുറച്ചൊന്ന് കൂട്ടി, സ്ലിറ്റ് വിഡ്ത്ത് 0.2 മില്ലിമീറ്റർ ആക്കി. അപ്പോൾ എന്ത് സംഭവിക്കും? ഡിഫ്രാക്ഷൻ പാറ്റേൺ മാറും. ഓക്കെ, ഇൻ്റർഫറൻസ് പാറ്റേണും മാറും. ഇനി ഞാൻ ഡി മാറ്റിയിട്ട് ഞാൻ 1.2 മില്ലിമീറ്റർ ഇട്ടു. സോ ദാറ്റ് വിൽ ബി ദ നേച്ചർ. ഓക്കെ, അതുപോലെ നമുക്കത് വേരി ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ,
അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു പൊസിഷൻ ഇവിടെ നിങ്ങൾക്ക് ഡിഫ്രാക്ഷൻ്റെ 2 മിനിമ കാണാം. 2 ഡിഫ്രാക്ഷൻ മിനിമയുടെ ഉള്ളിൽ എത്ര ഇൻ്റർഫറൻസ് മിനിമം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഈ ബേസിക്കലി ഞാൻ ഇപ്പോൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന പ്ലോട്ടിൽ 2 ഡിഫ്രാക്ഷൻ മിനിമയുടെ ഇടയ്ക്ക് 12 ഇൻ്റർഫറൻസ് മിനിമം ഉണ്ടായിരിക്കും. ഓക്കെ, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ആയിട്ട് നിങ്ങൾക്ക് ഞാൻ തരാം. അപ്പോൾ നിങ്ങൾക്ക് ഡൈഫ്രാക്ഷൻ മിനിമ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഡൈഫ്രാക്ഷൻ മിനിമയുടെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇൻ്റർഫറൻസ് മിനിമയുടെ പൊസിഷൻസ് അതിൻ്റെ ഉള്ളിൽ എത്ര വരുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊത്തം എത്ര മിനിമ അതിലുണ്ടാവും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാനൊരു പ്രോബ്ലം ആയിട്ട് തരാം. ഓക്കെ, ദാറ്റ്സ് ആൾ ഫോർ അബൌട്ട് ദ double slit diffraction pattern, and we will wind up the class today here, and we will meet in the next class. Thank you.